ആയത്തുൽ കുർസി ഓതുന്നവരരികത്ത് ഞങ്ങൾ വളരെ ദുർബലരാണ്. അങ്ങനെ വല്ലാതെ അള്ളാഹു നമുക്ക് നൽകിയ ഒരു ആയുധമാണ്. പിശാചുക്കളെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും കരുത്തുള്ള ആയുധമാണ് ആയത്തുൽ കുർസി. പൈശാചിക ബാധയേറ്റ ആളുകളെയൊക്കെ വളരെ പെട്ടെന്ന് ചികിത്സിക്കാൻ കഴിയുന്ന, ഏറെക്കുറെ അള്ളാഹു ശിഫ നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു സബബാണ് ആയത്തുൽ കുർസി. അത് സംസം വെള്ളമുണ്ടെങ്കിൽ സംസം വെള്ളത്തിലേക്കൊരു 7 തവണ സൂറത്തുൽ ഫാത്തിഹായും ഓതിയിട്ട് ആ രോഗിക്ക് കുടിക്കാൻ കൊടുത്താൽ, അള്ളാഹുവിൻ്റെ മഹദായ ഫദലുണ്ടെങ്കിൽ, ഷിഫാഇൻ്റെ കാരണം അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗിക്ക് ശിഫ കിട്ടുമെങ്കിൽ ഇതുകൊണ്ടവർക്ക് ശിഫ കിട്ടിയിരിക്കും. അള്ളാഹു നമ്മുടെ രോഗികൾക്ക് ശിഫ നൽകട്ടെ. ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ്. നമ്മൾ അറിയണേ, ആളുകളെ ബുദ്ധിമുട്ടാക്കുന്ന പണികൾ ചെയ്യുന്ന ആളുകളുണ്ട്. അതാണ് സിഹർ. ഓരോരുത്തരെ ബുദ്ധിമുട്ടാക്കുന്നത്. നല്ല ജീവിതത്തിൽ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നവരെ ദുഃഖിതരാക്കി മാറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ നല്ല ആരോഗ്യത്തോടെ നടക്കുന്ന ഒരാളെ ദുർബലനായി നശിച്ചു പോകാൻ കൊതിക്കുന്ന വളരെ ദുഷ്ടരായ മനസ്സുള്ള ആളുകൾ, സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു നൽകുമ്പോൾ അവർക്ക് തകർച്ചയുണ്ടാവാൻ അസൂയപ്പെടുന്ന ആളുകളെ ഏതാനും ചില്ലിക്കാശ് കൊടുത്ത പെണ്ണുങ്ങളാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടത്, ജപനം നടത്തുന്നവരെ, അതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരെ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലബീദ് ഇബ്നു അസ്വം എന്ന് പറയുന്ന ജൂതനായ മനുഷ്യൻ, ബനൂ സുറൈഖ് ഗോത്രക്കാരനായ ജൂതൻ, അല്ലാഹുവിന്റെ റസൂലിന് സിഹർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാർക്കാണുള്ളത്? എന്നിട്ട് നമ്മുടെ കേരളത്തിലെ ചില ആളുകളാണ് പറയുന്നത് അത് ലഈഫാണ്, അങ്ങനെ സംഭവം ഉണ്ടാവാൻ പറ്റില്ലല്ലോ, അത് യുക്തിയോട് യോജിക്കുന്നില്ല. അങ്ങനെ അവർ പറയുന്നു. സനദ് സ്വഹീഹാണെങ്കിലും മത്തിനിൽ പ്രശ്നമുണ്ട്. മഅദല്ലാഹ്. നഖലുകളായി മനസ്സിലാക്കുകയും ആ നഖലുകളെ മനസ്സിലാക്കാൻ അഖൽ ഉപയോഗിക്കുകയും ചെയ്യേണ്ടതിന് പകരം നഖലുകളെ സ്ഥാപിക്കാൻ തന്നെ അഖൽ ഉപയോഗിക്കുന്ന ഏറ്റവും മൗഢ്യമായ ബിദ്അത്തിന്റെ ഏറ്റവും സ്വകാര്യമായിട്ട് ചോദിച്ചു, പ്രമാണങ്ങളുള്ളൊരു വിഷയം നിങ്ങൾ എങ്ങനെ നിഷേധിക്കുക? അങ്ങനെയൊന്നുമില്ല. ഹബീബായ നബി തങ്ങളുടെ ദഅവത്തിന് അത് തടസ്സമായിട്ടില്ല. അങ്ങനെയെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. അങ്ങനെ ഒരു സംഭവം നടന്നില്ല. മുത്തുനബി തങ്ങൾക്ക് അസുഖമായി 6 മാസം. ആ അസുഖത്തിന്റെ കാരണം അല്ലാഹു തആല ഇബ്നു അമീർ എന്നവരോട്, അമാ റഅയ്ത സൂറതൈനി ഉൻസിലതാ അലയ്യ ലം യതഅവ്വദിൽ മുതഅവ്വിദൂന ബിമിത്ലിഹിമാ ഉഖബാ, നിങ്ങൾ അറിഞ്ഞോ, എനിക്ക് അല്ലാഹു അടുത്ത് ഇറക്കി തന്ന 2 സൂറത്തുകൾ കാവൽ ചോദിക്കാൻ, അല്ലാഹുവിനോട് കാവൽ ചോദിക്കാൻ ഇത്രമേൽ ഉചിതമായ നല്ല ഒരു പോംവഴി വേറെയില്ല, നല്ലൊരു മാർഗം വേറെയില്ല. അത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസുമാണ്. ഹബീബായ നബി തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട മോള് ഫാത്തിമ ബീവിയുടെ 2 മക്കള് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായ അരികത്ത് വിളിച്ചിട്ട് ആ 2 മക്കളുടെ തലയിലും കൈവച്ചുകൊണ്ട് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഓതിയിട്ട് ആ 2 മക്കളുടെ തലയിൽ നബി തങ്ങൾ ഊതി കൊടുക്കുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കൊച്ചുമക്കൾക്കുള്ള സംരക്ഷണമാണ്. മുത്തുനബി തങ്ങൾ വഫാത്താകുന്ന കാലം വരെ ഹബീബായ നബി തങ്ങൾ ഈ 2 സൂറയും ഓതാതെ ഉറങ്ങാറില്ല. മുത്തുനബി തങ്ങൾക്ക് സ്വന്തമായി ഓതാൻ പ്രയാസമാവുകയും ആ സ്വന്തമായി നബി തങ്ങളുടെ കൈ കൊണ്ട് നബി തങ്ങൾക്ക് തടവാൻ കഴിയാത്ത വിധം ശരീരം തളർന്നു പോയപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ബീവി റളിയല്ലാഹു അൻഹ അത് ഓതുകയും ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ കൈ നബി തങ്ങളുടെ കൈയെടുത്തിട്ട് തങ്ങളുടെ കൈയിലേക്ക് ആയിഷ ബീവി ഊതുകയും തങ്ങളുടെ കൈ തന്നെ തങ്ങളുടെ ദേഹത്ത് ആയിഷ ബീവിയുടെ കൈ കൊണ്ട് ചലിപ്പിക്കുകയും ചെയ്തു. റജാഅ ബറകതിഹാ, ഹബീബ നബി തങ്ങളുടെ ആ കൈപ്പള്ളയുടെ ബറക്കത്ത് കിട്ടാൻ വേണ്ടി എൻ്റെ കൈ കൊണ്ട് ഞാൻ തടവുന്നതിനേക്കാളും നല്ലത് ഹബീബായ നബി തങ്ങളുടെ കൈ കൊണ്ട് തടവലല്ലേ. ഞാനങ്ങനെ തടവി കൊടുക്കുമ്പോഴാണ് അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്നത്, ഞാൻ ആ കൈ ഇങ്ങനെ തടവുമ്പോൾ നബി തങ്ങൾ കൈ വലിക്കുകയാണ്. അസുഖം ശിഫയാകുവാനോ രോഗം മാറാനോ ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ അല്ലാഹുവിൻ്റെ അരികത്തേക്ക് പോവുകയാണ്. ഞാൻ ആ കൈ ഇങ്ങനെ തടവി കൊടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കൈ വലിച്ചുകൊണ്ടാ നബി തങ്ങൾ പറഞ്ഞത്, അല്ലാഹുവേ, നിന്റെ ഉന്നതമായ സ്ഥാനം, നിന്റെ ഉന്നതമായ സ്ഥാനം, ഞാൻ നിന്റെ ഉന്നതമായ സാമീപ്യത്തിലേക്ക് വരികയാണല്ലോ. ദുന്യാവിൽ നിൽക്കണോ നബിയെ? ആയുസ് തരാം, ആരോഗ്യം തരാം, സമ്പത്ത് തരാം, എൻ്റെ അരികത്തേക്ക് പോരുന്നോ എന്ന് അല്ലാഹു ചോദിച്ചപ്പോൾ ഞാൻ അല്ലാഹുവേ നിന്റെ അരികത്തേക്ക് വരികയാണെന്ന് അല്ലാഹു
അല്ലാഹുവിന് മറുപടി കൊടുത്ത മറുപടിയായിരുന്നു അത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഖുയ്യിർത വഖ്തർത യാ റസൂലല്ലാഹ്, നബിയേ അല്ലാഹു നിങ്ങൾക്ക് ഇവിടെ നിൽക്കണോ പോരണോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ തെരഞ്ഞെടുത്തല്ലേ നബിയേ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സങ്കടപ്പെട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഹബീബിന്റെ വിയോഗം താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ ആ സമയത്ത് പോലും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഉറങ്ങുന്ന നേരത്തെ ഹബീബായ നബി തങ്ങൾ ഓതിയിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങൾക്ക് വേണ്ടി ഓതി കൊടുത്തിട്ടുമുണ്ട്. നമ്മളും മറക്കാണ്ടിരിക്കുക. ഉറങ്ങുന്ന സമയത്ത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓരോന്നും 3 പ്രാവശ്യം ഓതുകയും ആയത്തുൽ കുർസി ഒരു തവണ, പിന്നെ സുബ്ഹാനല്ലാഹി 33, അൽഹംദുലില്ലാഹി 33, അല്ലാഹു അക്ബർ 34, പറ്റുമെങ്കിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഫഇന്നഹാ ബറാഅത്തും മിനശ്ശിർക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുന്ന ദിക്ർ ചൊല്ലാൻ മറക്കല്ലേ. ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. ആ ദിക്റുകൾ ഓരോന്നും ചൊല്ലിയാണ് കിടക്കുന്നതെങ്കിൽ, ഇത് ചൊല്ലുന്നതിനിടയിലാണ് ഉറങ്ങിപ്പോയതെങ്കിൽ നേരം പുലരുന്നവരെ ഓതിയ കൂലിയാണവർക്ക്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.